നമസ്കാരം. ജനസേവ 2.0 യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ. IITകൾ MBA ഇപ്പോൾ അപേക്ഷിക്കാം. IITയിൽ 2025-27 4 സെമസ്റ്റർ ഫുൾ ടൈം MBA പ്രവേശനത്തിന് അതത് സ്ഥാപനത്തിലേക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാം. അവസാന തീയതി പൊതുവെ ജനുവരി 31 ചിലയിടത്ത് വ്യത്യാസമുണ്ട്. IIM CAT സ്കോർ നോക്കിയാണ് പ്രാഥമിക സെലക്ഷൻ. ഓരോ വിഭാഗത്തിനും CATൽ പെർസെൻറ്റേജിൽ കട്ട് ഓഫ് ഉണ്ടാകും. തുടർന്ന് ഓരോ ITI തനതായ മാനദണ്ഡങ്ങളനുസരിച്ച് സെലക്ഷൻ നടത്തും. യോഗ്യതാ പരീക്ഷയിലെ മാർക്ക്, 10ാം ക്ലാസ് മുതലുള്ള പരീക്ഷകളിലെ മാർക്കുകൾ, സേവന പരിചയം, ഗ്രൂപ്പ് ചർച്ച, ഇൻ്റർവ്യൂ, പ്രകടനം തുടങ്ങിയ പലതും പരിഗണിക്കും. ഫീസ് നിരക്കുകളിൽ IITകൾ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഓരോ സ്ഥാപനത്തിൻ്റെയും വെബ്സൈറ്റ് പ്രത്യേകം നോക്കി പുതിയ വിവരങ്ങൾ പഠിച്ചിട്ട് അപേക്ഷ നൽകാം. ചില സ്ഥാപനങ്ങളിലെ പൂർണ്ണ വിവരങ്ങൾ സൈറ്റിൽ ലഭ്യമല്ലെങ്കിലും താല്പര്യമനുസരിച്ച് അന്വേഷിച്ചറിയാം. ഫോൺ നമ്പറും ഇമെയിൽ ഐഡികളും സൈറ്റുകളിൽ ഉണ്ട്. മിനിമം മാർക്ക് 60% എന്ന് സൂചിപ്പിച്ചിരിക്കുന്നിടത്ത് തുല്യ ഗ്രേഡ് പോയിൻ്റ് ആവറേജും പരിഗണിക്കും. പട്ടിക ഭിന്നശേഷി വിഭാഗക്കാർക്ക് പൊതുവെ 55% മാർക്ക് തുല്യ ഗ്രേഡ് മതിയാവും. ഫൈനൽ ഇയർ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കാം. മദ്രാസ് IITയിലെ പ്രവേശനത്തിന് ഏതെങ്കിലും IIT UG ബിരുദത്തിൽ ഗ്രേഡ് പോയിൻ്റ് 8 എങ്കിലും ഉള്ളവർക്ക് സ്പോൺസർ ചെയ്തു വരുന്ന സായുധ സേനാ ഉദ്യോഗസ്ഥർക്കും CAT സ്കോർ നിർബന്ധമല്ല. തുർക്കി IITയിലെ പ്രവേശനത്തിന് ഏതെങ്കിലും IIT UG ബിരുദത്തിൽ ഗ്രേഡ് പോയിൻ്റ് 7 എങ്കിലും ഉള്ളവർക്ക് CAT സ്കോർ നിർബന്ധമല്ല. ധൻബാദിൽ MBA ബിസിനസ് അനലിറ്റിക്സും ഉണ്ട്. ഇതിൽ പ്രവേശനത്തിന് 60% മാർക്കോടെ BTech വേണം. പട്ടിക ഭിന്നശേഷിക്കാർക്ക് 55%. മഡ്ഡിയിൽ NIRF ഉയർന്ന 100 റാങ്കിൽപ്പെട്ട സ്ഥാപനത്തിൽ നിന്ന് 65% മാർക്കോടെ ബിരുദം നേടിയവർക്ക് CAT സ്കോർ നിർബന്ധമല്ല. IIT ബോംബെ അപേക്ഷ ജനുവരി 31 വൈകിട്ട് 5 മണി വരെ. www.som.iitb.ac.in എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഖരഗ്പൂരിൽ അപേക്ഷ ഫെബ്രുവരി 5 വരെ. som.iitkgp.ac.in/MBA. ഡൽഹി അപേക്ഷകൾ 24-ാം തീയതി വരെ. MBA ടെലികോം ഉണ്ട്. dmsIITD.ac.in/admissions-MBA. കാൺപൂർ അപേക്ഷ 31 വൈകിട്ട് 5 വരെ. iitk.ac.in/IME. മദ്രാസ് അപേക്ഷകൾ 31 വരെ. doms.iitm.ac.in/admissions. ധൻബാദ് അപേക്ഷ 31 വരെ. admission.iitism.ac.in. ജോധ്പൂർ അപേക്ഷ 31 വരെ. iitj.ac.in/schools. ഗുവാഹത്തി അഡ്മിഷൻ പോർട്ടൽ 9 തുറക്കും. iitg.ac.in/sob. തുർക്കി അപേക്ഷകൾ 31 വൈകിട്ട് 5 വരെ. www.iitr.ac.in. മഡ്ഡി അപേക്ഷകൾ 31 വൈകിട്ട് വരെ. iitmaddi.ac.in/som. പ്രവേശന യോഗ്യതകൾ 60% മാർക്കോടെ ബിരുദം. പട്ടിക ഭിന്നശേഷിക്കാർക്ക് 55%. ഫൈനൽ ഇയർ വിദ്യാർത്ഥികൾക്ക് ഇതുവരെയുള്ള പരീക്ഷകളിൽ ഇത്രയും മാർക്ക്. 60% മാർക്കോടെ 4 വർഷ എഞ്ചിനീയറിംഗ്, ടെക്നോളജി, ഫാർമസി ബിരുദം അഥവാ മാത്സോ സ്റ്റാറ്റസോ ഉള്ള ബിരുദത്തിന് ശേഷം 60% മാർക്കോടെ സയൻസ്, എക്കണോമിക്സ്, കൊമേഴ്സ്, മാസ്റ്റർ ബിരുദം. ഡൽഹിയിൽ 60% മാർക്കോടെ 3 വർഷ ബിരുദം. പട്ടിക ഭിന്നശേഷിക്കാർക്ക് 55%. കാൺപൂരിലാണെങ്കിൽ മാത്സ് അടങ്ങിയ +2 ശേഷം 60% മാർക്കോടെ ബിരുദം. CATൽ 80% പെർസെൻറ്റേജിൽ. പട്ടിക വിഭാഗം 50%, 55% പെർസെൻറ്റേജിൽ. മദ്രാസിൽ 60% മാർക്കോടെ ബിരുദം. പട്ടിക ഭിന്നശേഷി 55%. ധൻബാദിൽ 60% മാർക്കോടെ ബിരുദം. പട്ടിക ഭിന്നശേഷിക്ക് 55%. ജോധ്പൂരിൽ 60% മാർക്കോടെ ബിരുദവും. പട്ടിക ഭിന്നശേഷിക്കാർക്ക് 55%. ഗുവാഹത്തിയിൽ 60% മാർക്കോടെ ബാച്ചലർ അഥവാ മാസ്റ്റർ ബിരുദം. റൂർക്കിയിൽ 60% മാർക്കോടെ ബിരുദം. പട്ടിക ഭിന്നശേഷിക്കാർക്ക് 55%. മഡ്ഡിയിൽ മാത്സ് അടങ്ങിയ +2 കഴിഞ്ഞ് 60% മാർക്കോടെ ബാച്ചലർ അഥവാ മാസ്റ്റർ ബിരുദം. പട്ടിക ഭിന്നശേഷിക്കാർക്ക് 55%. ഇനി ഫീസ് നിരക്കുകൾ നോക്കാം. സെമസ്റ്റർ ഫീസ് ബോംബെയിലാണെങ്കിൽ മുൻ ബാച്ചിൽ ഒരു സെമസ്റ്ററിന് 3,65,00,000. മറ്റു ഫീസുകൾ പുറമെയാണത്. ഖരഗ്പൂരിൽ 4 സെമസ്റ്ററിന് മൊത്തം 13 ലക്ഷം രൂപ. ഡൽഹിയിലാണെങ്കിൽ 2 വർഷത്തേക്ക് 12 ലക്ഷം രൂപ.
കാൺപൂറിൽ പഴയ ബാച്ച് ആദ്യ സെമസ്റ്റർ ഹോസ്റ്റൽ അടക്കം 1,44,220 രൂപയാണ്. ധൻബാദിൽ 4 സെമസ്റ്ററിന് ഉദ്ദേശം 4 ലക്ഷം രൂപ വരും. ജോധ്പൂറിൽ 1 സെമസ്റ്ററിന് 2,15 ലക്ഷം രൂപ. ഗുവാഹത്തിയിൽ ട്യൂഷൻ ഫീസ് സെമസ്റ്ററിന് 2,15 ലക്ഷം രൂപ. റൂർക്കിയിൽ പഴയ ബാച്ച് 2 വർഷത്തേക്ക് ഹോസ്റ്റൽ അടക്കം ഉദ്ദേശം 10 ലക്ഷം രൂപ. മഡ്ഡിയിൽ പഴയ ബാച്ച് 4 സെമസ്റ്ററിന് ഉദ്ദേശം 11 ലക്ഷം രൂപ. ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ.